കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യവും 39-40 വാക്യങ്ങളും. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. 39-40 പറയുന്നു, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. മനുഷ്യൻ്റെ എല്ലാവരുടെയും ക്യാരക്ടറല്ലേ. ഓരോ കഥ കേൾക്കുമ്പോൾ, സിനിമ കാണുമ്പോൾ, ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് വിവരണങ്ങൾ കേൾക്കുമ്പോൾ എനിക്കെന്താണ് എന്നൊരു ചോദ്യം വരില്ലേ? എനിക്കെന്താണ് റോള്? അതറിയാൻ വേണ്ടിയല്ലേ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. അതല്ലേ അവർ മത്സരത്തോടെ പഠിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ഉദ്യോഗാർത്ഥികൾ ഓടി നടക്കുന്നതാണ്. ദൈവം അതിനെതിരല്ല. ഏറ്റവും അധികം നിങ്ങളെക്കുറിച്ച് പറയുന്നത്, എന്നെക്കുറിച്ച് പറയുന്നത്, നാം ആരാണെന്ന് നോക്കേണ്ട കണ്ണാടിയാണ് ബൈബിൾ. ദൈവവചനത്തിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തായി തീരും എന്നെഴുതിയിരിക്കുന്നു. അത് നിങ്ങളോട് സംസാരിക്കും. ഉറങ്ങുമ്പോൾ നിങ്ങളെ കാക്കും, ഉണരുമ്പോൾ നിങ്ങളോട് സംസാരിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം. ഇപ്പോൾ വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയാണ്, ഇത്രയും മിടുക്കന്മാരൊക്കെ ഉണ്ട്, കണ്ടോ, അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കേട്ടോ, നിങ്ങൾക്ക് അതുപോലെ പറ്റുമോ? ഇല്ല. പക്ഷേ നിങ്ങളെ കൂടാതെ അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുതേ എന്ന് എബ്രായ ലേഖന കർത്താവ് അപേക്ഷിക്കുന്നത്. സഭയിലേക്ക് വരണമേ, നിങ്ങളാരാണെന്ന് ഉള്ള പൊസിഷൻ തിരിച്ചറിയണമേ. ഒരു മനുഷ്യൻ്റെ മുമ്പിലും മുട്ടുകുത്തണ്ട, കൈ നീട്ടണ്ട. അന്തസ്സായിട്ട് ദൈവം പുലർത്തും. ദൈവത്തിൽ നിങ്ങളുടെ പൊസിഷൻ കണ്ടെത്തൂ. ബൈബിളിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയൂ. ഇവിടെ ഹാബേൽ, അവന് ദൈവത്തിന് യാഗം കഴിച്ചു, നീതിമാനാണെന്നുള്ള സാക്ഷ്യം ലഭിച്ചു, അവൻ കൊല്ലപ്പെട്ടു. അപ്പോഴും അവൻ സഹോദരന് വേണ്ടി പ്രേ ചെയ്തു. എന്നിട്ട് അവൻ്റെ രക്തം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ പ്രാപിക്കാനുള്ളത്? ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. എല്ലാ മനുഷ്യരും മരിക്കുമെന്ന് ദൈവകൽപ്പന ഇരിക്കെ പിശാചിനെ ലജ്ജിപ്പിച്ചുകൊണ്ട് നിയമത്തിന് മേലെ ഒരു ദയയുണ്ട്, ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നൊരു കൃപയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. തൻ്റെ കുടുംബത്തിന് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകമുണ്ടാക്കിയവൻ ഭൂമിയുടെ ആധാരം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് 8 പേർ ഭൂമിക്ക് അവകാശികളായി. ഇതിൽ കൂടുതൽ എന്താ വാഗ്ദത്തം വേണ്ടേ? 10 സെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ സഭായോഗം കളയുന്നവരല്ലേ. 1 ഏക്കർ കിട്ടിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു വരത്തില്ല. നമ്മൾ ബിസിയല്ലേ, ബൈബിൾ വായിക്കാൻ സമയമില്ല. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഭൂമിയുടെ മുഴുവൻ ആധാരവും തീറാധാരവും മുന്നാധാരവും കൈ മേടിച്ചവൻ അവൻ ദൈവത്തിന് യാഗം കഴിച്ചു. അവൻ പറയുന്നു, ഞാൻ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. സാധാരണ മനുഷ്യൻ, വിഗ്രഹാരാധിയുടെ മകൻ, അവനെ ഒരു ദേശം കാണിക്കുമെന്ന് പറഞ്ഞു. ദേശം കാണിച്ചു. ദൈവത്തിൻ്റെ പ്രഭുവാക്കി, ദൈവത്തിൻ്റെ സ്നേഹിതനാക്കി. 100-ാം വയസ്സിൽ അവന് ഇസ്ഹാക്ക് എന്ന് പറയുന്ന ചിരി അവന് സന്താനം കൊടുത്തു. 90 വയസ്സുള്ള വൃദ്ധയായ അവൻ്റെ ഭാര്യ പ്രസവിച്ചു. അവൻ തൃപ്തനായിരുന്നു. പക്ഷെ വചനം പറയുന്നു, അവൻ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ടു. ദൂരത്ത് നിന്നത് കണ്ടു, ഗ്രീറ്റ് ചെയ്തു, അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരാണ്, പരദേശികളാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഉടമസ്ഥരായിരുന്നു ഇവർ. അവർ പറഞ്ഞ് ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്. അന്യരായിരുന്നു, പരദേശികളായിരുന്നു. നമ്മളെ ഇപ്പോൾ ദൈവരാജ്യത്തിന് അവകാശികളും ദൈവത്തിൻ്റെ കുടുംബക്കാരുമാക്കി. ഇവരുടെ ആത്മീയ നിലവാരം ശ്രദ്ധിച്ചോ? ഇവർ ഓരോ കാര്യത്തിന് നിയോഗിക്കപ്പെട്ടപ്പോൾ ആ നിയോഗത്തിൽ ഇവർ മനസ്സിലാക്കി ഇതിനപ്പുറത്തൊരു കാര്യമുണ്ട്. വീട് തരാമെന്ന് പറഞ്ഞു വിളിച്ചു, കടം മാറ്റാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു, രോഗം മാറി, കുഞ്ഞിൻ്റെ കല്യാണം നടക്കുമെന്ന് ആഗ്രഹിച്ചു, കല്യാണം മംഗളമായിട്ട് നടത്തി, മകന് UK ജോലി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു, നടത്തി. ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്ത് ഒരാൾ കൈകൾ വിരിച്ചുകൊണ്ട് നിൽക്കുന്നത്
നിന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ പോകരുത്. പോയാൽ നീ നിന്നോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും. നീ നിനക്ക് തന്നെ നഷ്ടം വരുത്തുകയായിരിക്കും. വെള്ളിക്കൊരു ഉത്ഭവസ്ഥാനവും പൊന്നൂതിക്കഴിപ്പാനൊരു സ്ഥലവുമുണ്ട്. വെള്ളി, ഡോളർ, ദിനാർ, റുപ്പീസ്, അതിൻ്റെ ഒരു ഉത്ഭവസ്ഥലമുണ്ട്. സത്യമാണ്. അതിൻ്റെ കുറച്ചൊക്കെ നീ കണ്ടു. പൊന്നൂതിക്കഴിക്കുന്ന സ്ഥലം അതുമുണ്ട്. ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം വിലയേറിയ മുത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ട്, ആകാശത്തിലെ കഴുകൻ കാണാത്തത്, കാട്ടിലെ സിംഹം അറിഞ്ഞിട്ടില്ലാത്തത്, മരണവും നരകവും കേട്ടിട്ടേ ഉള്ളു കണ്ടിട്ടില്ലാത്തത്, വിലയേറിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ ഭക്തിയാണ് ജ്ഞാനം, ദോഷമകറ്റി നടക്കുന്നതാണ് വിവേകം. നോഹ ഭയഭക്തിയോടെ ഒരു പെട്ടകം. അവൻ വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താലുള്ള നീതിമാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. നീതി എന്നൊരു ഫ്രേസ് അവിടെയാണ് വരുന്നത്. ഇബ്രാഹിം ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ നോഹയുടെ കാലത്ത് സംഭവിച്ചു. അങ്ങനെ അവൻ പെട്ടകത്തിൽ കയറി. മനുഷ്യന്റെ കൈകളുടെ പ്രവൃത്തി ദോഷം അവന്റെ ഹൃദയ നിരൂപണങ്ങളാകെ വഷളായി എന്ന് കണ്ടിട്ട് നശിപ്പിച്ചൊരു ലോകം. ആ പാതയല്ല നമ്മൾ പിന്തുടരേണ്ടത്. വിശ്വാസത്താലുള്ള നീതി പ്രാപിക്കണം. വിശ്വാസത്താലുള്ള നീതി ലഭ്യമാണ്. അതിന് നിന്റെ കൈകളുടെ പ്രവൃത്തി നീ സറണ്ടർ ചെയ്യണം. നിന്റെ ഹൃദയ നിരൂപണങ്ങളെ നീ ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ വയ്ക്കണം. കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കണം. അവിടെ നിന്റെ ശബ്ദത്ത് തുടങ്ങുകയാണ്. അവിടെ മുതൽ വചനം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ്. ഒരു മനുഷ്യൻ മാറേണ്ടത് പ്രവൃത്തിയിലല്ല, ആദ്യം മനസ്സിലാണ് മാറേണ്ടത്, ഹൃദയത്തിലാണ് മാറേണ്ടത്. അത് തുടങ്ങുന്നത് കുരിശിൻ്റെ ചുവട്ടിലാണ്. നീ നിന്നെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ മനുഷ്യരെല്ലാവരും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയൊരു വെളിപ്പാടാണ് ആത്മീയം ഭൗതികത്തെക്കാൾ നല്ലതാണ്. ഭൗതികത്തിന് ലിമിറ്റുണ്ട്. സർവ സമ്പത്തിനും ഈ ലോകത്തിലുള്ള സകലത്തിനും ഒരതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവെ, അങ്ങയുടെ വചനത്തിന് അതില്ല എന്ന് 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ഭൗതിക നന്മ ദൈവം തരുന്നു. കർത്താവ് പറയുന്നു, വിലയേറിയ മുത്തുകൾ, പളുങ്ക്, കനകപ്പൊടി, പുഷ്യരാഗം, വൈഡൂര്യം, മരതകം, ഇതൊക്കെ മനുഷ്യൻ പാടുപെട്ടാണ് കുഴിച്ചെടുക്കുന്നതെന്ന്. അപ്പോൾ ഇത് വെറുതെ കിട്ടുമെന്ന് വിചാരിക്കാമോ? അതിനേക്കാൾ വലുതാണ് ദൈവഭക്തിയെങ്കിൽ അത് വെറുതെ കിട്ടുമെന്ന് വിചാരിക്കാമോ? ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് പിന്നെ 6 ദിവസം കിടന്നുറങ്ങിയിട്ട് ഇത് വേണമെന്ന് പറയാമോ എന്നാ ചോദ്യം. അത് തുടങ്ങുന്നതാണ് കൈകളുടെ പ്രവൃത്തിയിലല്ല, ഹൃദയവിചാരങ്ങളിലല്ല, കാൽവരി ക്രൂശിലാണ്. നീ നിന്നെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ വചനം നിന്നെ ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ അധ്വാനിക്കുക. കണ്ടോ, സ്വസ്ഥതയാണ്, ശബത്താണ് ക്രിസ്തുവിൽ. പക്ഷെ അതിനൊരു അധ്വാനമുണ്ട്. അതിലേക്ക് പ്രവേശിക്കാനൊരു അധ്വാനമുണ്ട്. ദൈവഭക്തിക്ക് തക്കവണ്ണം അധ്വാനം ചെയ്യുക. തിമോഥെയോസിനോട് പറയുകയാണ്, ഇപ്പോൾ അധ്വാനിച്ചാൽ നാട്ടുവഴി പോലെ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്ന് പറയുന്ന പോലെ. ഇപ്പൊ കൃപയുണ്ടല്ലോ, കൂട്ടായ്മയുണ്ടല്ലോ, വചനം ധ്യാനിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. അത് വിട്ടുകളയരുത്. മുറുകെ പിടിച്ചുകൊള്ളുക, വർദ്ധിക്കുക. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ ദൂരത്ത് നിന്ന് കണ്ടു. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പ്രയർ പ്രാപിച്ചവനുണ്ട്, നീതിമാനെന്ന് പ്രയർ പ്രാപിച്ചവനുണ്ട്, കുടുംബമായ ഭൂമിക്ക് അവകാശിയായവനുണ്ട്, സഹോദരന് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞവനുണ്ട്. അവർ ദൂരത്ത് നിന്ന് കണ്ടത്, അഭിവന്ദിച്ചത് ഇപ്പം നമുക്ക് അനുഭവിക്കാം. അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാമെന്ന് പണ്ടുകാലത്തെ മനുഷ്യരോട് പറഞ്ഞ് അവർ ഓടിച്ച നമ്മൾ. മനുഷ്യർക്ക് അസാധ്യമായത് സ്വപ്നത്തിൽ പോലും നിരൂപിക്കാത്തത് ദേ ഫ്രീ ആയിട്ട് തരികയാണ്. ആർക്കാണ്? കനകപ്പൊടി, പുഷ്യരാഗം, മരതകം, അതിനെപ്പോലെ ഇതിനെ വിലയേറിയതായി എണ്ണുന്നവനെ. അബ്ബാ പിതാവേ, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനൊരു ഭാഗ്യം തരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ വീട്ടിൽ ഇറങ്ങി വരികയാണ്, നിന്റെ കൂടെ നടക്കുകയാണ്, നിന്നോട് സംസാരിക്കുകയാണ്, നിന്നെ മോനെ എന്ന് വിളിക്കുകയാണ്, നിന്നെ ലിഫ്റ്റ് ചെയ്യുകയാണ്, നിനക്ക് ചുറ്റും പരിചയമാണ്. നീ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിനക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. കെണി ഒരുക്കിന് ഒരുത്തനിരിപ്പുണ്ട്, പക്ഷേ തക്ക സമയത്ത് വെളിപ്പെടുന്നൊരു കൃപയാൽ കെണി പൊട്ടുകയാണ്. നീ അറിയുന്നത് പോലുമില്ല ചില കാര്യങ്ങൾ. അവൻ നമുക്ക് ചുറ്റും പരിചയം, നമ്മുടെ മഹത്വവും നമ്മുടെ തലയുയർത്തുന്നവനുമാണ്. പുതിയ നിയമവിശ്വാസി, നിനക്ക് കിട്ടിയ ഭാഗ്യം അത് നീ തിരിച്ചറിയണം. ബൈബിൾ തുറക്കുക,
വിശക്കുന്നവനെ, ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തും. ആ ആർത്തി ഒന്ന് കിട്ടാൻ പ്രാർത്ഥിക്കുക. ആ ഒരു കൊതി കിട്ടാൻ പ്രാർത്ഥിക്കുക. വചനത്തോടൊരു കൊതി, പരിശുദ്ധാത്മാവിന് വേണ്ടിയൊരു ദാഹം. കർത്താവ് നിങ്ങൾക്കത് തരട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ വിലയേറിയവനാക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.